നമസ്കാരം, ഞാൻ രാകേഷ് ജി. നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിച്ചതിന് ശേഷം അതിനെന്തെങ്കിലും രീതിക്ക് കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് സൗണ്ടോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, എക്സ്റ്റൻഡഡ് വാറണ്ടി പീരീഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കവറേജ് കിട്ടുന്നതാണോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്ന സമയത്ത്, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ. ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് കാർത്തിക് എം ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഹായ്, ഐ ബോട്ട് എ സെക്കൻഡ് ഹാൻഡ് ബെലേനോ ലാസ്റ്റ് വീക്ക് ഫ്രം ട്രൂ വാല്യൂ. ഇറ്റ്സ് 2020 മോഡൽ, 52,000 kilometer run car. I have run almost 500 kilometer with it. I noticed huge noise when climbing over some reflectors on road, and tire noise is also high. Tire condition is average. All are MRF tires. I am not sure this is normal because this is my first car and I didn't get chance to travel in other cars. This car is still under warranty till April 2025. What should I do? Go to the service center and check it out. Tire alignment has done at 51,000 kilometer. There is a free service coming in 45 to 65 days, which is offered by the True Value. Also have a video about what to do after buying a second hand car. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് തന്നെയുണ്ട്. കാരണം സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിച്ചതാണ്, 2020 മോഡൽ വാഹനമാണ്. എക്സ്റ്റൻഡ് വാറണ്ടി 3 വർഷം കൂടെ ഉള്ളതുകൊണ്ട് ആ വാഹനത്തിന് ഏകദേശം 2025 വരെ വാറണ്ടി കിടപ്പുണ്ട്. 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏകദേശം വാറണ്ടി എന്ന് പറയുമ്പോൾ 1,00,000 കിലോമീറ്റർ വരെയുണ്ട്. പക്ഷേ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അതായത് റിഫ്ലക്റ്റേഴ്സിൻ്റെ മേളിൽ കയറുന്ന സമയത്ത് സൗണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ റിഫ്ലക്ടറിൻ്റെ മേളിൽ കയറുന്ന സമയത്ത് വരുന്ന സൗണ്ട് നോർമലാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അതൊരു കംപ്ലയിൻ്റ് ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. നോർമലായിട്ട് വരുന്നൊരു സൗണ്ട് തന്നെയാണ്. പക്ഷേ ഇത് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് ഓടിച്ച് നോക്കണം എന്ന് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്തോളൂ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആണോ അല്ലേ എന്നുള്ളത് ചിലപ്പം കസ്റ്റമർക്ക് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന വ്യക്തിക്ക് ചിലപ്പോൾ അത് അറിയാൻ സാധിക്കണമെന്നില്ല. അവർ ഓടിച്ച് നോക്കട്ടെ, ഓടിച്ചിട്ട് ഇതിന് വേറെ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള സൗണ്ട് ഉണ്ടോ ഇല്ലയെന്ന് കൺഫേം ആക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഏകദേശം 4 വർഷം കഴിഞ്ഞു വാഹനത്തിൻ്റെ ടയേഴ്സ് എല്ലാം. 4 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വർഷം വരെ കാലാവധിയുണ്ട്. 50,000 കിലോമീറ്റർ കഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എപ്പോഴും ആ ടയർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നതിൻ്റെ കാര്യം. കാരണം ടയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ടയറിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കുന്ന അത്യാവശ്യമാണ്. ചിലപ്പോൾ അതിൻ്റെ കേസ് കൊണ്ട് അല്ലെങ്കിൽ ടയറിന് ഓവറായിട്ടുള്ള വെയർ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടയർ മാറി വിടേണ്ടി വരും. അങ്ങനെ വെയർ കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ടയർ നോയ്സ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി നമ്മുടെ പോയിന്റിലോട്ട് വരാം. ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുമ്പോൾ എന്തൊക്കെ അത്യാവശ്യം നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. ഒന്നാമത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുമ്പോൾ അതിന് സർവീസ് ഹിസ്റ്ററി ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സർവീസ് ഹിസ്റ്ററി ഉണ്ടോ എന്ന് ചിലപ്പോൾ നമ്മൾ സർവീസ് സെൻറ്ററിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരണമെന്നില്ല. പക്ഷേ എന്നാലും നമ്മളിത് വാഹനം മേടിച്ചതിന് ശേഷം സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി ഇതിന് സർവീസ് ഹിസ്റ്ററി ഉണ്ടോ എന്ന് നോക്കുക. ഇൻ കേസ് സർവീസ് ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നുമില്ല, എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ എന്നാ റീപ്ലേസ് ചെയ്യുന്ന അറിയത്തില്ലെന്നുണ്ടെങ്കിൽ, പെട്രോൾ വാഹനമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എഞ്ചിൻ ഓയിൽ, ഓയിലിൻ്റെ ഫിൽറ്റർ, സ്പാർക്ക് പ്ലഗ്, എയർ ഫിൽറ്റർ, ഫ്യൂവൽ ഫിൽറ്റർ, അതായത് പെട്രോൾ ഫിൽറ്റർ, ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് നിങ്ങൾ റീപ്ലേസ് ചെയ്തോണം. കൂളൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് വിഷ്വലി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പ്രത്യേകിച്ച് ബ്രേക്ക് ഫ്ലൂയിഡ് നമുക്ക് വിഷ്വലി നോക്കി കഴിയുമ്പോഴത്തേക്കും ഡാർക്ക് ആയിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യുക. അങ്ങനെ ബ്രേക്ക് ഫ്ലൂയിഡ് ഡാർക്ക് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒബ്വിയസ്ലി കൂളൻ്റെ കൂടെ മാറി വിടുന്നതായിരിക്കും നല്ലത്. ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് നിങ്ങൾ ചെയ്തോണം. വേറൊന്നും കൊണ്ടല്ല, കാരണം എഞ്ചിൻ ഓയിൽ അവസാനം നമുക്ക് തരുന്ന ആൾ ചിലപ്പം പറയുമായിരിക്കും ഞാൻ റീസെൻ്റ്ലി മാറിയത്, പക്ഷേ എത്ര കിലോമീറ്ററാണെന്ന് ചിലപ്പോൾ പറയണമെന്നില്ല. ഉറപ്പില്ല അവർ മാറിയോ എന്നുള്ളത്. കാരണം കച്ചവടത്തിന് ഇട്ടിരിക്കുന്ന ഒരു വാഹനം ഒരു 99% ആൾക്കാർ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ സർവീസും കൂടെ ചെയ്ത് ഒരിക്കലും ഒരാൾക്ക് കച്ചവടം ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കത്തില്ല. അതിൽ 1% ആൾക്കാരുണ്ട്, എനിക്കറിയാവുന്ന പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട്, സർവീസ് പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ 2 തരത്തിലുള്ള ആൾക്കാരാണോ ഇതിനകത്തുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു വാഹനം മേടിച്ചു, ആ വാഹനം 1-2 ദിവസത്തേക്കല്ല, കുറച്ച് നാളത്തേക്കും അല്ല, ഒരു ലൈഫ് ടൈമിന് വേണ്ടിയായിരിക്കും നമ്മളൊരു വാഹനം എടുക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വളരെ വൃത്തിയായിട്ട് തന്നെ ആ വാഹനം എടുക്കുമ്പോൾ തന്നെ, അല്ലാതെ എടുത്ത് ഞാൻ എൻ്റെ ആവശ്യങ്ങളിലുള്ള ഓടിയെല്ലാം കഴിഞ്ഞ് പിന്നീട് ചെയ്യാം എന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. അങ്ങനെ വിചാരിക്കരുത്. എടുത്ത ഉടനെ തന്നെ ഈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, അതായത് സർവീസ് റിലേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം നമുക്ക് എഞ്ചിൻ ഓയിൽ മാറിയാൽ മതി, അല്ലെങ്കിൽ ഒരു 10,000 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും മാറിയാൽ മതി. ആ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. ടയറിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് വാഹനം കിട്ടുന്നതിന് മുമ്പ് അലൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ചെയ്യുന്ന കൂട്ടത്തിൽ അലൈൻമെൻറ്റും കൂടെ ചെയ്ത് ടയറിൻ്റെ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ബ്രേക്കും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു വാഹനം സെക്കൻഡ് ഹാൻഡ് മേടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ
ചെയ്ത് വിട്ടോണം. ഞാൻ ഈ പറഞ്ഞ പോലെ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ചെയ്തോണം. ഫ്രീ സർവീസിനകത്ത് ഇത് ഇൻക്ലൂഡഡ് അല്ല, പക്ഷേ നിങ്ങൾക്ക് വരുന്നൊരു അഡ്വാൻറ്റേജും കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു ട്രൂ വാല്യൂ സർവീസാണ് കിടക്കുന്നത്. അങ്ങനെ ഒരു ട്രൂ വാല്യൂ ഫ്രീ സർവീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേബർ ചാർജ് വരാതെ ഈ പറഞ്ഞ പാർട്സുകളെല്ലാം പാർട്സിൻ്റെ പേയ്മെൻറ്റ് മാത്രം കൊടുത്ത് മാറാൻ സാധിക്കുന്നതാണ്. ഒരു ലോട്ടറിയാന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. അതായത് സർവീസിന് കൊണ്ടുപോകുന്ന സമയത്ത് അവരോട് മസ്റ്റായിട്ടും എഞ്ചിൻ ഓയിൽ, ഓയിൽ ഫിൽറ്റർ, കൂളൻ്റ്, ബ്രേക്ക് ഫ്ലൂയിഡ്, എയർ ഫിൽറ്റർ, സ്പാർക്ക് പ്ലഗ് ഈ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്ത് തരാൻ അത്യാവശ്യമായിട്ട് അവരോട് പറയണം. അത് അവരെ കൊണ്ട് ചെയ്യിക്കുകയും വേണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വാഹനം ഓക്കെ ആയിരുന്നുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം നിങ്ങൾ എടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് വിടുന്നത് ഏറ്റവും നല്ലതായിരിക്കും.